ലഷ്കർ ഇ തോയ്ബ ഭീകരൻ ഹാഫിസ് സയ്യിദിന്റെ ലാഹോറിലുള്ള ബംഗ്ലാവിനെ ലക്ഷ്യമാക്കി ഇന്ത്യൻ സേന ആക്രമണം പ്ലാൻ ചെയ്ത വിവരമറിഞ്ഞ് പാകിസ്ഥാൻ ലാഹോറിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്നലെ വന്ന റിപ്പോർട്ട് അനുസരിച്ച് പാകിസ്ഥാൻ സൈന്യം ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷയ്ക്കായി ബംഗ്ലാവ് ഇരിക്കുന്ന 4 കിലോമീറ്റർ ചുറ്റളവിൽ CCTV ക്യാമറകളും ഫോറക്സ് സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹാഫിസ് സയ്യിദാണെന്ന് ഇന്ത്യ മനസ്സിലാക്കിയ വിവരമറിഞ്ഞാണ് പാകിസ്ഥാന്റെ ഈ നടപടി. ഇതിനു പുറമെ അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേന യുദ്ധക്കപ്പലുകളും ആയുധങ്ങളും വിന്യസിച്ചു കഴിഞ്ഞു. പാകിസ്ഥാനിലെ ലക്ഷ്യസ്ഥാനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി നങ്കൂരമിട്ടിരിക്കുന്ന ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ അഭ്യാസങ്ങളും പരിശീലനങ്ങളും നടത്തിവരികയാണ്. അതേസമയം നിയന്ത്രണ രേഖയ്ക്കടുത്ത് ഇന്ത്യൻ റഫേൽ വിമാനങ്ങൾ ചീറിപ്പായുന്നത് കണ്ട് പാകിസ്ഥാൻ സേന നിയന്ത്രണ രേഖയിലുള്ള സേനാ പോസ്റ്റുകൾ വിട്ട് പിന്മാറുന്ന വാർത്ത ഇന്നലെ തന്നെ വന്നിരുന്നു. ഇന്ത്യയെ പ്രത്യാക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പാകിസ്ഥാൻ എല്ലാ വഴിയും ഇതിനിടയിൽ നോക്കുന്നുമുണ്ട്. ഇന്ത്യയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒന്നിനു പുറകെ ഒന്നായി മീറ്റിംഗുകൾ കൂടി വരികയാണ്. ഇന്നലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ വിമാനങ്ങൾക്കുള്ള ഇന്ത്യൻ വ്യോമമേഖല അടച്ചിരുന്നു. കൂടാതെ പാകിസ്ഥാൻ സെലിബ്രിറ്റികളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഇന്ത്യയിൽ നിരോധിച്ചു. ഇതിൽ സിനിമാ താരങ്ങളായ ഹാനിയ അമീറും മാഹിറ ഖാനും ഉൾപ്പെടുന്നു. ഇന്ന് ചേർന്ന സുരക്ഷാ യോഗത്തിലും ഇന്ത്യ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തതായി വിവരങ്ങൾ വരുന്നുണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കുള്ള ഷിപ്പിംഗ് ലൈനുകൾ ഇന്ത്യ ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇതോടെ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കുള്ള എല്ലാ യാത്രാമാർഗങ്ങളും നിരോധിച്ചിരിക്കുകയാണ്. ഇതിനിടെ പാകിസ്ഥാന്റെ അഭ്യർത്ഥന പ്രകാരം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നമ്മുടെ ജയശങ്കറുമായി യുദ്ധം ഒഴിവാക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. ഈ ചർച്ചകൾക്ക് ശേഷം അമേരിക്ക ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യയുമായുള്ള സംഘർഷം മൂർച്ഛിച്ചതോടെ പാകിസ്ഥാന്റെ ചാര ഏജൻസിയായ ISAയുടെ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസീം മാലിക്കിനെ ഇപ്പോൾ പാകിസ്ഥാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിച്ചിരിക്കുന്നു. ഇന്ത്യൻ ആക്രമണത്തെ ഭയന്നും പാകിസ്ഥാന്റെ ഉള്ളിലെ തന്നെ ബലൂചിസ്ഥാനിലെയും ഖൈബർ പഖ്തൂൺ മേഖലയിലെയും വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളും ഭീഷണിയെയും തുടർന്നാണ് ഈ തീരുമാനം. ഇതിനോടകം തന്നെ പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനീർ പാകിസ്ഥാനിൽ നിന്ന് കടന്നു കളഞ്ഞതായുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. ആ വാർത്തയുടെ നിജസ്ഥിതിയെക്കുറിച്ച് നമുക്ക് അറിയില്ലെങ്കിലും ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ പെട്ടെന്നുള്ള ഈ തീരുമാനം ആ വാർത്ത ശരിയാണെന്ന് തന്നെ ഉറപ്പിക്കാം. അതിനിടെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇന്ത്യക്കെതിരെ നിരന്തരമായി മുഴക്കിയിരുന്ന ആണവ ഭീഷണിയൊക്കെ പിൻവലിച്ച് ദൈവത്തിന് കൂട്ടുപിടിക്കുന്ന കാഴ്ചകൾ നമ്മൾ ഇന്നലെ കണ്ടു. ഏറ്റവും പുതിയതായി പാകിസ്ഥാൻ വ്യോമസേന പുറത്തുവിട്ട വീഡിയോയിൽ ചൈനയിൽ നിന്ന് വാങ്ങിയ JF-17 തണ്ടർ ഫൈറ്റർ വിമാനങ്ങൾ പരിശീലനം നടത്തുന്നത് കാണാം. പാകിസ്ഥാനുള്ളിലെ ഏതോ രഹസ്യ മേഖലയിലാണ് ഈ പരിശീലനങ്ങളൊക്കെയും നടക്കുന്നത്. ഇന്ത്യ അട്ടാരി അതിർത്തിയിലൂടെ പാകിസ്ഥാനിലേക്ക് നാടുകടത്തുന്ന പാകിസ്ഥാൻ സ്വദേശികളെ പാകിസ്ഥാൻ സ്വീകരിക്കാതെ വന്നതോടെ അവിടെയും ചില സംഘർഷങ്ങൾ ഉരുത്തിരിയുന്നുണ്ട്. പാകിസ്ഥാൻ രേഖ കാണിച്ചിട്ടും പാകിസ്ഥാനിലേക്കുള്ള പ്രവേശനം തടഞ്ഞതോടെ നിരവധി പേർ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇതിൽ തന്നെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. ഇനി പുതിയ അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.